ഞാൻ അലവിക്കുട്ടി അബൂഷൈമ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഗ്രീൻ പീസ് മുട്ട മസാല. ഒരു സ്ട്രീറ്റ് ഫുഡാണ്, അടിപൊളി ഐറ്റംസ് ആണ്. ഇത് തട്ടുകടയിൽ കിട്ടുന്ന അതേ ഐറ്റംസ് ആണ്. ഇത് സെയിം ടേസ്റ്റിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായി നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് ഗ്രീൻ പീസ് ഇട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിൽ ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഉള്ളി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുക. എന്നതിന് ശേഷം അതിലേക്ക് ഒരു പിടി കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു സ്പൂൺ ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം 2 തക്കാളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് വഴറ്റി അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി അത്രമാത്രം ചേർക്കുക മസാല. എന്നതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കൂടെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. മസാല ഒക്കെ ഒന്ന് പിടിച്ചു വരട്ടെ. അപ്പോൾ നമ്മൾ 5 മുട്ട എടുത്തിട്ട് പൊട്ടിച്ച് അതിനകത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കാനുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് മുട്ട ആവശ്യത്തോണോ അതിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ രുചികരവും സ്വാദിഷ്ടവുമായിട്ടുള്ള അണ്ട ബുർജി മസാല, അതായത് വഴിയോരത്തൊക്കെ നിങ്ങൾക്ക് കച്ചവടം ചെയ്യുന്ന ആളുകൾ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഐറ്റംസ് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കാം. അപ്പോൾ നമ്മളത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക.